കോട്ടയം ചിങ്ങമനത്ത് ലഹരിക്കടിമകളായ പിതാവിന്റെയും മകന്റെയും അതിക്രമം. ദമ്പതികളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു. പ്രദേശത്തെ ഓട്ടോ തല്ലിത്തകർത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. അമൽ സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. അമൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ചിങ്ങമനം നെല്ലിക്കൽ ഭാഗത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നു. ഈ തർക്കത്തിന്റെ ഭാഗമായിട്ട് അതിലൂടെ വെറുതെ പോവുകയായിരുന്ന ഒരു ഓട്ടോ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി നിർത്തിയപ്പോൾ ആ ഓട്ടോ തല്ലി തകർക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് അച്ഛനും മകനുമായിട്ടുള്ള സന്തോഷിനെയും അശ്വിനെയും പോലീസ് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ലഹരിയിലാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കാവുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ഈ ഓട്ടോയുടെ ഒരു ഉടമ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായാലും സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? ഒരു 5:30 ഞാൻ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് അവിടെ വണ്ടി തിരിച്ച് വന്നപ്പോൾ ഇവർ ബിബീഷ് എന്ന് പറഞ്ഞൊരു നമ്മുടെ കൂട്ടുകാരനാണ്. എന്തായിരുന്നു പ്രകോപനം? എന്തായിരുന്നു? ഒന്നും അറിയത്തില്ല. ഇവർ തമ്മിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ബിബീഷുമായിട്ട്. ബിബീഷിനോട് പറഞ്ഞപ്പോൾ ഇവന്റെ പുറകിൽ സന്തോഷിന്റെ മകൻ അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഈ കുപ്പിയും വെച്ചോടെ പറയുന്നുണ്ട്, നിനക്ക് എന്നാ വിഷയം എന്തോ പറയുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ ചേട്ടനൊന്നും പറയുന്നത് ചേട്ടന്റെ ഓട്ടോ അടിക്കുകയായിരുന്നല്ലേ? തിരിച്ചു വന്നപ്പം ബിബീഷിനോട് ഈ കുപ്പി പുറകെ വെച്ചുകൊണ്ട് എന്നാണ് വിഷയം, നിനക്ക് എന്നാ വിഷയം, ആരാണ് വിഷയം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ എന്റെ വണ്ടിയും തടഞ്ഞു. നിനക്കെന്നാണ് വിഷയം? തെറി പറഞ്ഞോ, ഭയങ്കര അസഭ്യം പറഞ്ഞത്. ആ കുട്ടിയൊക്കെ വിളിച്ചോ വന്നത്. ഞാൻ പറഞ്ഞു, നീ എന്നെ കാണിക്കുന്നത് ചോദിച്ചപ്പം ഈ ഗ്ലാസ്സിനിട്ട് പയ്യെ ഇതുവരെ പയ്യെ ഇങ്ങനെ തട്ടി. ഈ പയ്യൻ തന്നെയാണ് ഈ ഭാര്യയും ഭർത്താവുമായിട്ടുള്ളവർക്കും പരിക്കേറ്റു, അവരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു എന്നൊക്കെ കേൾക്കുന്ന അവരിപ്പോ സ്റ്റേഷന്റെ ഉള്ളിലുണ്ട്. അത് കണ്ടിരുന്നോ? സംഭവം കണ്ടിരുന്നോ? ഈ വിഷയം കഴിഞ്ഞിട്ട് എന്റെ പുറകെ എന്നെ ഈ കുപ്പിയുടെ ബാക്കിയായിട്ട് എന്നെ കുത്താൻ വന്നു. ഞാൻ അവിടെ മാറിയപ്പോൾ അവിടെ കുറെ ചേച്ചിമാർ എന്നെ ഒഴിവാക്കി അപ്പുറത്തോടെ മാറ്റി വിട്ടു. വീണ്ടും എന്റെ പുറകെ പെപ്പർ സ്പ്രേ ആയിട്ട് വന്നു. ഞാൻ അവിടുന്ന് ഒഴിവായി കഴിഞ്ഞാണ് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഓടി ചെല്ലുമ്പോൾ ഒരാളുടെ കാർച്ചയും കോച്ചയും കാണുമ്പോഴാണ് ഏതായാലും ഈ പ്രതികൾ സ്ഥിരം ഒരു ശല്യക്കാരാണ് ചിങ്ങവനത്ത് എന്നാണ് പ്രദേശവാസികളെല്ലാം പറയുന്നത്. ഏതായാലും ഇപ്പോൾ പെപ്പർ സ്പ്രേയുടെ ആക്രമണം നേരിട്ട അവരുടെ മകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പൊ എന്തായിരുന്നു സംഭവിച്ചത്? ഈ ഒരു സംഭവമൊക്കെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ലായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ ആരോഗ്യനിലയൊക്കെ എങ്ങനെയുണ്ട്? മുഖത്ത് ഈ പെപ്പർ സ്പ്രേ ഒക്കെ വെച്ച് അത് മാറിയോ? അതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? അച്ഛന്റെ തലയ്ക്ക് അടിയേറ്റു എന്ന് ഇങ്ങനെ കേട്ടു. ഞാൻ വരുമ്പോഴത്തേക്കിന് അവിടെ നിൽക്കുമായിരുന്നു. ആശുപത്രിയിലൊക്കെ പോയോ? ഇപ്പൊ ഏതായാലും ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ചേട്ടാ, ഇവര് സ്ഥിരം ശല്യക്കാരാണോ? സ്ഥിരം ശല്യക്കാരാണെന്ന അറിവ്. ഇവര് കഞ്ചാവും മയക്കുമരുന്നും കഴിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. ഞങ്ങൾ അവരുടെ ചേട്ടാനിയന്മാരാ. എന്റെ ചേട്ടനത് ഇവര് വഴിയെ വെറുതെ വന്നോ. അന്നേരം ഈ ഓട്ടോ തല്ലിപ്പൊളിച്ച് അതിന്റെ പുറകെ അവര് വരുന്നത്. അന്നേരം ചുമ്മാ കയറി അവരെ സ്പ്രേ ചെയ്തിട്ട് മർദ്ദിക്കുമായിരുന്നു. അപ്പൊ ഈ ലഹരിയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രകോപനവും കൂടാതെ തന്നെ വഴിയിൽ പോയ ആളുകളെല്ലാം കയ്യിൽ കിട്ടിയവരെല്ലാം തല്ലുന്ന ഒരു സമീപനമായിരുന്നു ഈ അച്ഛന്റെയും മകന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും അവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, അമൽ സുരേന്ദ്രനാണ് കോട്ടയം ചിങ്ങവനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.